പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. SBIയുടെ ക്യാഷ് ഡെപ്പോസിറ്റ് മെഷീൻ അഥവാ CDMൽ മലയാളം ഓപ്ഷനുകളിൽ പ്രസ് ചെയ്തുകൊണ്ട് നമ്മുടെ അക്കൗണ്ടിലേക്കോ അല്ലെങ്കിൽ മറ്റൊരാളുടെ അക്കൗണ്ടിലേക്കോ എങ്ങനെ നമുക്ക് ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യാമെന്ന് ഈ വീഡിയോയിലൂടെ നമുക്ക് നോക്കാം. ATM കാർഡ് ഉപയോഗിച്ചുകൊണ്ട് മലയാളം ഓപ്ഷനുകളിൽ പ്രസ് ചെയ്തുകൊണ്ടും അതുപോലെ ഇംഗ്ലീഷ് ഓപ്ഷനുകളിൽ പ്രസ് ചെയ്തുകൊണ്ടും എങ്ങനെ നമുക്ക് CDMലൂടെ നമ്മുടെ അക്കൗണ്ടിലേക്കോ അല്ലെങ്കിൽ മറ്റൊരാളുടെ അക്കൗണ്ടിലേക്ക് ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യാം എന്നതിനെ കുറിച്ചുള്ള വീഡിയോകളും അതേപോലെ SBI ATMൽ നിന്ന് ലഭിക്കുന്ന എല്ലാ സേവനങ്ങളെക്കുറിച്ചുമുള്ള യൂസ്ഫുള്ളായ വീഡിയോകളും ഞങ്ങൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോകളെല്ലാം ഉൾപ്പെട്ട പ്ലേലിസ്റ്റിന്റെ തമ്പനയിൽ ഈ വീഡിയോയുടെ അവസാനം സ്ക്രീനിൽ വരുന്നതാണ്. അതിൽ പ്രസ് ചെയ്ത് നിങ്ങൾക്ക് ആ വീഡിയോകൾ ഓപ്പൺ ചെയ്യാം. യൂസ്ഫുള്ളായ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. നിങ്ങളുടെ ലൈക്ക് ഞങ്ങൾക്ക് പുതിയ വീഡിയോകൾ ചെയ്യുന്നതിനുള്ള ഒരു പ്രോത്സാഹനമാണ്. കൂടാതെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ ഷെയറും ചെയ്യാം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വരുന്ന ബെല്ലൈക്കണിൽ പ്രസ് ചെയ്ത് അതിൽ കാണുന്ന ആൾ ബട്ടൺ കൂടി പ്രസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ യൂട്യൂബ് ഓപ്പൺ ചെയ്യുമ്പോൾ ഞങ്ങളുടെ വീഡിയോകൾ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. എന്നാൽ ശരി, നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. ഞാനിപ്പോൾ നിൽക്കുന്നത് SBIയുടെ ഒരു CDMന് മുന്നിലാണ്. ഈ ക്യാഷ് ഡെപ്പോസിറ്റ് മെഷീനിൽ നമുക്ക് ക്യാഷ് ഡെപ്പോസിറ്റും ചെയ്യാം, അതുപോലെ ക്യാഷ് വിഡ്രോ ചെയ്യുകയും ചെയ്യാം. അങ്ങനെ നമ്മൾ CDMന്റെ മുന്നിൽ നിൽക്കുമ്പോൾ ആ സ്ക്രീനിൽ ഇടതുഭാഗത്തായിട്ട് താഴെ കാർഡ്ലെസ് ഡെപ്പോസിറ്റ് എന്ന് ഇവിടെ കാണുന്നില്ലേ, അതിലൊന്ന് പ്രസ് ചെയ്യുക. അതിൽ പ്രസ് ചെയ്യുമ്പോൾ ഇവിടെ ഭാഷ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനുകൾ ഇതുപോലെ വരുന്നതാണ്. ഇവിടെ ഇംഗ്ലീഷ്, ഹിന്ദി, മലയാളം തുടങ്ങിയ ഓപ്ഷനുകൾ ഇതുപോലെ കാണിക്കും. അതിൽ മലയാളം എന്ന് താഴെ കാണുന്നില്ലേ, അതിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതിൽ പ്രസ് ചെയ്യുമ്പോൾ അടുത്തതായി നിങ്ങളുടെ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കാനാണ് സ്ക്രീനിൽ ഇതുപോലെ കാണിക്കുക. ഇവിടെ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുമായി ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പർ തന്നെ ടൈപ്പ് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്കുള്ള ഏതെങ്കിലും മൊബൈൽ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതിയാവും. അതിനായി ഈ മെഷീന്റെ ഈ ഭാഗത്താണ് ഈ നമ്പർ കീബോർഡ് വരുന്നത്. അതിൽ ഞാൻ എൻ്റെ 10 അക്ക മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. അങ്ങനെ ഞാൻ എൻ്റെ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇവിടെ സ്ക്രീനിന്റെ റൈറ്റ് സൈഡിൽ താഴെയായി ശരിയാണെങ്കിൽ അമർത്തുക, ശരിയല്ലെങ്കിൽ അമർത്തുക തുടങ്ങിയ 2 ബട്ടണുകൾ കാണുന്നില്ലേ. അതിൽ നിങ്ങൾ ടൈപ്പ് ചെയ്തിരിക്കുന്ന ആ മൊബൈൽ നമ്പർ കറക്റ്റ് ആയിട്ടാണ് സ്ക്രീനിൽ വന്നിരിക്കുന്നതെങ്കിൽ ശരിയാണെങ്കിൽ അമർത്തുക എന്ന ബട്ടണിലാണ് പ്രസ് ചെയ്യേണ്ടത്. എന്നാൽ നമ്മൾ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്യുമ്പോൾ തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ, സ്ക്രീനിൽ അത് തെറ്റായിട്ടാണ് കാണിക്കുന്നതെങ്കിൽ ശരിയല്ലെങ്കിൽ അമർത്തുക എന്ന ബട്ടൺ ഉണ്ടല്ലോ, അതിൽ പ്രസ് ചെയ്താൽ ആ സ്ക്രീനിൽ വന്നിരിക്കുന്ന ആ മൊബൈൽ നമ്പർ, തെറ്റായ മൊബൈൽ നമ്പർ മാഞ്ഞു പോകുന്നതാണ്. വീണ്ടും നമ്മൾ നമ്പർ കീബോർഡിൽ നമ്മുടെ മൊബൈൽ നമ്പർ കറക്റ്റായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ സ്ക്രീനിൽ കറക്റ്റായിട്ട് വന്നിട്ടുണ്ടെന്ന് ഉറപ്പാണെങ്കിൽ ശരിയാണെങ്കിൽ അമർത്തുക എന്ന ബട്ടണിൽ പ്രസ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ ടൈപ്പ് ചെയ്തിരിക്കുന്ന എൻ്റെ മൊബൈൽ നമ്പർ കറക്റ്റായിട്ടാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ശരിയാണെങ്കിൽ അമർത്തുക എന്ന ബട്ടണിൽ ഞാൻ പ്രസ് ചെയ്യുന്നു. അതിൽ പ്രസ് ചെയ്യുമ്പോൾ അടുത്തതായിട്ട് നമ്മളുടെ അക്കൗണ്ട് ടൈപ്പ് ഏതാണെന്ന് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനുകളാണ് സ്ക്രീനിൽ ഇതുപോലെ വരിക. അപ്പോൾ സ്ക്രീനിന്റെ റൈറ്റ് സൈഡിൽ കറന്റ് അക്കൗണ്ട്, സേവിങ്സ് അക്കൗണ്ട് തുടങ്ങിയ ബട്ടണുകൾ കാണുന്നില്ലേ, അതിൽ സേവിങ്സ് അക്കൗണ്ട് എന്നതിലാണ് നമ്മൾ പ്രസ് ചെയ്യേണ്ടത്. കാരണം നമ്മൾ ബാങ്കിൽ പോയി തുടങ്ങുന്ന സാധാരണ അക്കൗണ്ടിന്റെ പേര് സേവിങ്സ് അക്കൗണ്ട് ആണ്. അതുകൊണ്ട് സേവിങ്സ് എന്നതിൽ പ്രസ് ചെയ്താൽ മതിയാവും. എന്നാൽ ചിലർ ബിസിനസ് അക്കൗണ്ട് അഥവാ കറന്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാറുണ്ട്. അങ്ങനെയുള്ളവർ മാത്രം കറന്റ് അക്കൗണ്ട് എന്നതിൽ പ്രസ് ചെയ്ത് കൊടുക്കുക. എൻ്റെ സേവിങ്സ് അക്കൗണ്ട് ആണ്, അതുകൊണ്ട് ഞാനിവിടെ സേവിങ്സ് അക്കൗണ്ട് എന്നതിൽ തന്നെ പ്രസ് ചെയ്യുന്നു. ഇനി അടുത്തതായി നമ്മൾ SBIയുടെ തന്നെ ഏത് അക്കൗണ്ടിലേക്കാണോ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യാൻ പോകുന്നത് ആ ബാങ്ക് അക്കൗണ്ടിന്റെ നമ്പറാണ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. അത് നമ്മുടെ തന്നെ അക്കൗണ്ട് ആണെങ്കിൽ ആ അക്കൗണ്ട് നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇനി മറ്റൊരാളുടെ ആണെങ്കിൽ ആ വ്യക്തിയുടെ അക്കൗണ്ട് നമ്പർ എത്രയാണെന്ന് മനസ്സിലാക്കി അത് നമ്മൾ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. ഇവിടെ ഞാൻ മറ്റൊരാളുടെ അക്കൗണ്ടിലേക്കാണ് ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് ആ വ്യക്തിയുടെ SBIയുടെ 11 അക്ക അക്കൗണ്ട് നമ്പർ ഞാൻ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. അത് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ സ്ക്രീനിൽ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്ത അക്കൗണ്ട് നമ്പർ കറക്റ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നതെങ്കിൽ അവിടെ സ്ക്രീനിന്റെ റൈറ്റ് സൈഡിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ശരിയാണെങ്കിൽ അമർത്തുക, ശരിയല്ലെങ്കിൽ അമർത്തുക തുടങ്ങിയ ബട്ടൺ ഇവിടെയും വന്നിട്ടുണ്ട്. അതിൽ കറക്റ്റ് ആണെങ്കിൽ ശരിയാണെങ്കിൽ അമർത്തുക എന്നതിൽ പ്രസ് ചെയ്യുക. ഇനി കറക്റ്റ് അല്ലെങ്കിൽ ശരിയല്ലെങ്കിൽ അമർത്തുക എന്നതിൽ പ്രസ് ചെയ്തിട്ട് വീണ്ടും നമ്പർ കീബോർഡിൽ നിങ്ങളുടെ അക്കൗണ്ട് നമ്പർ, നിങ്ങൾ ഏത് അക്കൗണ്ടിലേക്കാണോ ക്യാഷ് അയക്കുന്നത് ആ അക്കൗണ്ട് നമ്പർ കറക്റ്റ് ആയിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ശരിയാണെങ്കിൽ അമർത്തുക എന്നതിൽ പ്രസ് ചെയ്യുക. അതിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്ത അക്കൗണ്ട് നമ്പർ ഏത് വ്യക്തിയുടെയാണോ ആ വ്യക്തിയുടെ അക്കൗണ്ടിന്റെ വിവരങ്ങൾ ഇതുപോലെ സ്ക്രീനിൽ കാണിക്കുന്നതാണ്. നമ്മുടെ അക്കൗണ്ട് നമ്പർ ആണെങ്കിലും അല്ലെങ്കിൽ മറ്റൊരാളുടെ അക്കൗണ്ട് നമ്പർ ആണെങ്കിലും അവരുടെ വിവരങ്ങൾ ഇതുപോലെ സ്ക്രീനിൽ കാണിക്കുന്നതാണ്. നമുക്ക് കാർഡ്ലെസ് ഡെപ്പോസിറ്റിലൂടെ 49,900 രൂപ വരെ ഒറ്റ ട്രാൻസാക്ഷനിൽ തന്നെ നമുക്ക് ഡെപ്പോസിറ്റ് ചെയ്യാമെന്നാണ് ഇവിടെ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്നത്.
കൂടാതെ അതിന് 25 രൂപ സർവീസ് ചാർജ് ആയിട്ട് GST അടക്കം നമ്മളിൽ നിന്ന് ഈടാക്കുന്നതാണ് എന്നും സ്ക്രീനിൽ കാണിക്കുന്നു. അതുപോലെ ആ വ്യക്തിയുടെ അക്കൗണ്ട് നമ്പർ, നെയിം ഒക്കെ തന്നെ ഇതുപോലെ കാണിക്കുന്നതാണ്. അപ്പൊ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്ത അക്കൗണ്ട് നമ്പറും അതേപോലെ അക്കൗണ്ട് ഹോൾഡറുടെ പേര് അതൊക്കെ ഇവിടെ സ്ക്രീനിൽ കറക്റ്റ് ആയിട്ടാണോ വന്നിരിക്കുന്നതെന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം അവിടെ സ്ക്രീനിൽ താഴെ ശരി, അല്ല തുടങ്ങിയ ബട്ടണുകൾ വന്നിട്ടുണ്ടല്ലോ, അതിൽ ശരി എന്ന ബട്ടണിൽ കറക്റ്റ് ആണെങ്കിൽ പ്രസ് ചെയ്ത് കൊടുക്കുക. ഇനി തെറ്റാണെങ്കിൽ അല്ല എന്നതിൽ പ്രസ് ചെയ്യേണ്ടതാണ്. അപ്പൊ ഞാനിവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്ത അക്കൗണ്ട് നമ്പറിന്റെ അക്കൗണ്ട് ഹോൾഡറുടെ നെയിം തന്നെയാണ് ഇവിടെ സ്ക്രീനിൽ വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഞാനിവിടെ ശരി എന്ന ബട്ടണിൽ പ്രസ് ചെയ്യുന്നു. അപ്പോൾ അതിൽ പ്രസ് ചെയ്യുമ്പോൾ ഈ മെഷീനിന്റെ നടുവിലായി വരുന്ന ഈ ഭാഗം ഇതുപോലെ ഓപ്പൺ ആവുന്നതാണ്. ഇനി നമ്മൾ എത്ര രൂപയാണോ ഡെപ്പോസിറ്റ് ചെയ്യാൻ പോകുന്നത് ആ ക്യാഷ് ഇതുപോലെ വെച്ച് കൊടുക്കേണ്ടതാണ്. നമ്മൾ കറൻസികൾ വെക്കുമ്പോൾ ഇതുപോലെ ചെരിച്ചാണ് വെച്ച് കൊടുക്കേണ്ടത്. അതേപോലെ വളരെ ചുക്കിച്ചുളിഞ്ഞ കറൻസിയൊക്കെ ആണെങ്കിൽ അത് പരമാവധി നിവർത്തിയിട്ട് വെച്ച് കൊടുക്കുക. ചിലപ്പോൾ നമ്മൾ അങ്ങനെ നിവർത്തി വെച്ചാലും മെഷീൻ അത് കൗണ്ട് ചെയ്യുന്ന സമയത്ത് അത് റിട്ടേൺ വരുന്നതാണ്. അതുകൊണ്ട് കൂടുതൽ മടക്കും ചുളുക്കും ഒക്കെ ഉള്ള കറൻസികൾ വെക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. വെക്കുമ്പോൾ ഇതുപോലെ ചെരിച്ചു വെച്ച് കൊടുക്കുക. അതിനു മുമ്പ് ഒരു കാര്യം പറയാം, ക്യാഷ് വെക്കേണ്ട ഭാഗം തുറക്കുമ്പോൾ തന്നെ സ്ക്രീനിൽ ഇതുപോലെ കാണിക്കുന്നതാണ്. ഇവിടെ എന്താ പറയുന്നതെന്ന് വെച്ചാൽ 100, 500, 2000, 200 തുടങ്ങിയ കറൻസികളാണ് നമ്മൾ മെഷീനിൽ വെച്ച് കൊടുക്കാൻ പാടുള്ളൂ എന്നാണ് ഇവിടെ സ്ക്രീനിൽ കാണിക്കുന്നത്. അതായത് 10, 20, 50 പോലുള്ള കറൻസികൾ നമുക്ക് ഇതിൽ വെക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ അത്തരം കറൻസികൾ വെച്ച് കഴിഞ്ഞാൽ മെഷീൻ അത് കൗണ്ട് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന തരത്തിലുള്ള കറൻസികൾ മാത്രം അതിനകത്തേക്ക് വെക്കാൻ ശ്രദ്ധിക്കുക. ഞാൻ മെഷീനിലേക്ക് 500ന്റെ കറൻസികളാണ് വെച്ച് കൊടുത്തത്. ഇനി സ്ക്രീനിന്റെ റൈറ്റ് സൈഡിൽ എൻ്റർ ചെയ്യുക, ക്യാൻസൽ ചെയ്യ് തുടങ്ങിയ ബട്ടണുകൾ കാണുന്നില്ലേ, അതിൽ എൻ്റർ ചെയ്യുക എന്ന ബട്ടണിലാണ് ഇനി പ്രസ് ചെയ്യേണ്ടത്. അതിൽ പ്രസ് ചെയ്യുമ്പോൾ ഈ ഭാഗം ഇതുപോലെ അടയുന്നതാണ്. ഒപ്പം നമ്മൾ വെച്ച ക്യാഷിനെ മെഷീൻ കൗണ്ട് ചെയ്യുന്നതാണ്. മെഷീൻ ആ ക്യാഷിനെ എണ്ണി തിട്ടപ്പെടുത്തി കഴിഞ്ഞാൽ സ്ക്രീനിൽ ഇതുപോലെ നമ്മൾ എത്ര രൂപയാണ് വെച്ചതെന്ന് കാണിക്കുന്നതാണ്. ഞാൻ ഇതിൽ 500ന്റെ 2 നോട്ടുകൾ വെച്ച് അങ്ങനെ 1000 രൂപയാണ് ടോട്ടൽ വെച്ചത്. അതിവിടെ കറക്റ്റ് ആയിട്ട് സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. ഇനി സ്ക്രീനിൽ കാണിക്കുന്ന ആ 3 ബട്ടണുകളിൽ സ്ഥിരീകരിക്കുക എന്ന ബട്ടണിലാണ് ഞാൻ പ്രസ് ചെയ്യേണ്ടത്. ഇനി പെട്ടെന്ന് നിങ്ങൾക്ക് കൂടുതൽ ക്യാഷ് ഇതിലേക്ക് ആഡ് ചെയ്യണമെന്ന് തോന്നുകയാണെങ്കിൽ അതിനുള്ള ഓപ്ഷൻ ഇതിലുണ്ട്. അതെങ്ങനെ ചെയ്യാമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞ ക്യാഷ് ഡെപ്പോസിറ്റ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വീഡിയോയുടെ അവസാനം സ്ക്രീനിൽ വരുന്ന പ്ലേലിസ്റ്റിൽ പ്രസ് ചെയ്ത് നിങ്ങൾക്ക് ആ വീഡിയോ കണ്ട് അത് മനസ്സിലാക്കാവുന്നതാണ്. അപ്പൊ ഞാൻ മെഷീനിൽ വെച്ച ക്യാഷ് കറക്റ്റ് ആയിട്ട് തന്നെ ഇവിടെ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് സ്ഥിരീകരിക്കുക എന്ന ബട്ടണിൽ ഞാൻ പ്രസ് ചെയ്യുന്നു. ഇനി നമ്മളൊന്നും ചെയ്യേണ്ടതില്ല. ഞാൻ വെച്ച ക്യാഷ് ആ അക്കൗണ്ടിലേക്ക് ഡെപ്പോസിറ്റ് ആയി കഴിഞ്ഞു. ഒപ്പം ആ ഡെപ്പോസിറ്റ് ആയതിനെ കുറിച്ചുള്ള വിവരങ്ങൾ അടങ്ങിയ ഒരു റെസിപ്റ്റ് നമുക്ക് ഈ ഭാഗത്ത് നിന്ന് ഇതുപോലെ ലഭിക്കുന്നതാണ്. അപ്പൊ ഈ രീതിയിൽ ATM കാർഡ് ഉപയോഗിക്കാതെ തന്നെ SBIയുടെ CDMലൂടെ SBIയുടെ തന്നെ നമ്മുടെ അക്കൗണ്ടിലേക്കോ അല്ലെങ്കിൽ മറ്റൊരാളുടെ അക്കൗണ്ടിലേക്കോ നമുക്ക് ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യാവുന്നതാണ്. അപ്പൊ ഇത്രയുമാണ് ഈ വീഡിയോയിൽ. ഇത് നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ച വീഡിയോകളുടെ പ്ലേലിസ്റ്റുകളാണ് ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. അവയിൽ പ്രസ് ചെയ്ത് നിങ്ങൾക്ക് ആ വീഡിയോകൾ ഓപ്പൺ ചെയ്യാം. ഇതുപോലെ ഞങ്ങളുടെ യൂസ്ഫുൾ ആയ വീഡിയോകൾ നിങ്ങൾക്ക് പെട്ടെന്ന് ലഭിക്കാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ക്യാമറാമാൻ സോണിയോടൊപ്പം മാർട്ടിൻ. ബൈ.